CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടി, ഒരു മുന്നണിയുമാണ്. ഇത്തവണ നിങ്ങൾ സരിനെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടി, നിങ്ങൾക്കൊരു ബഹളം ഉണ്ടാക്കാൻ പറ്റി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വിജയിക്കുമെന്ന കോൺഫിഡൻസ് ഈ രാത്രിയിൽ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ നിങ്ങളെന്നാണ് ഞാൻ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ നില മെച്ചപ്പെടുത്തും, ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കും എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അതിനപ്പുറം ഞങ്ങളാണ് പാലക്കാട് വിജയിക്കാൻ പോകുന്നത് എന്ന് കണക്കുകളെ മുൻനിർത്തിക്കൊണ്ട് CPM-നെ പോലൊരു പാർട്ടി കുറച്ചുകൂടി കൃത്യമായ കണക്കൊക്കെ ഉണ്ടാക്കാൻ മെക്കാനിസം ഉള്ള പാർട്ടിയാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കണക്ക് എന്താണ് ഈ രാത്രിയിലെ? നിഷാദേ, ഞങ്ങള് ഇപ്പോ മറ്റ് 2 സഹപാനലിസ്റ്റുകൾ അവര് എവിടെ നിന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ഈ പാലക്കാട് മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ അവസാനത്തെ വോട്ടും പരിശോധിച്ച് കണക്ക് തയ്യാറാക്കി അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. നില മെച്ചപ്പെടുത്തുമെന്നോ ഇപ്പൊ ഇന്നെല്ലാം കഴിഞ്ഞല്ലോ. ഇന്നത്തെ എല്ലാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വോട്ടിംഗ് കഴിഞ്ഞു, എല്ലാ സംവിധാനവും കഴിഞ്ഞു. ഇനി ആത്മവിശ്വാസത്തിന് വേണ്ടിയോ നാളെ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വെറുതെ എനിക്ക് ചാനൽ കയറിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാൽ ഞാനിതാ പറയുന്നത് എഴുതി വെച്ചോളൂ. ഇത് തൃക്കാക്കരന്റെയും പുതുപ്പള്ളിയിലേക്ക് ഞാൻ വരാം. ഇത് തൃക്കാക്കരയോ പുതുപ്പള്ളിയിലേക്കോ അല്ല, ഇത് വട്ടിയൂർക്കാവിന്റെ വെർഷൻ 2 ആണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. എഴുതി വെച്ചോളൂ. 23-ാം തീയതി രാവിലെ പാലക്കാടിന്റെ നിയമസഭാംഗമായി ഡോക്ടർ സരിൻ ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ അത് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇവർ പറയുന്നത് പുതുപ്പള്ളിയും തൃക്കാക്കരയെന്നാ. പുതുപ്പള്ളിയും തൃക്കാക്കരയുടെ സാഹചര്യമല്ല പാലക്കാട്. തൃക്കാക്കരയിൽ ഭർത്താവ് മരിച്ച് അതിന്റെ ആനുകൂല്യത്തിൽ അതിന്റെ സഹതാപ തരംഗത്തിലാണ് ഉമാ തോമസ് MLA ആവുന്നത്. പുതുപ്പള്ളിയിലും വ്യത്യസ്തതയല്ല. അച്ഛൻ മരിച്ച ഒഴിവിൽ മകൻ MLA ആവുന്നു, അതിന്റെ സഹതാപ തരംഗം പ്രത്യേകമായി അവിടെ ഉണ്ട്. പുതുപ്പള്ളിയിലും അങ്ങനെ ഉണ്ടാവുന്നു. മറിച്ച് പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് ഇവർ വിളിച്ചു വരുത്തി, അനാവശ്യമായി ക്ഷണിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ് പാലക്കാടിൻ്റെത്. നിങ്ങൾ ചേലക്കരയൊന്ന് ചോദിക്കും, ഞാൻ പറയാം. ചേലക്കരയിലേക്ക് ഞാൻ വരാം. പാലക്കാട് പ്രത്യേകമാണ്. ചേലക്കരന്റെ പ്രത്യേകത എന്താ? ചേലക്കര എന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലത്തൂർ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായപ്പോ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ കൊടുത്ത് ആ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് തിരിച്ചു പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. വടകരയിൽ ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ MP ആണ്, അതിനു മുമ്പ് കോൺഗ്രസിന്റെ MP ആണ്, അതിനു മുമ്പും കോൺഗ്രസിന്റെ MP ആണ്. തുടർച്ചയായി കോൺഗ്രസിന്റെ MP 10,000-കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചു വരുന്ന മണ്ഡലത്തിലേക്ക് പാലക്കാട് കേവലം 3000 ചില്ലാനം വോട്ടിന് ജയിച്ച് എങ്ങാനും ഒന്ന് പാളിയാൽ ഇവിടെ BJP ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടും BJP ഡീല് ധാരണയാക്കിയതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് നേരെ വടകരയ്ക്ക് പോവാണ്. വടകരയ്ക്ക് മുമ്പ് വടകരയിലെ സ്ഥാനാർത്ഥിയായി വടകരയിൽ MP ആയിരുന്ന K മുരളീധരൻ തൃശ്ശൂർ വരുന്നു. തൃശ്ശൂരിലെ സീറ്റ് എങ്ങനെയാണ് BJP കിട്ടിയെന്നുള്ളത് നമ്മുടെ കണക്കുണ്ട് വ്യക്തമായിട്ട്. അപ്പൊ പാലക്കാട് ജനത കോൺഗ്രസിനോട്, നിലവിലുള്ള MLA ഷാഫി പറമ്പിലോട് കടുത്ത വിരോധം. ആ വിരോധം എന്താ വിഷയം എന്നറിയോ? ഇവർ അനാവശ്യമായി ക്ഷണിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാ. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എല്ലാ നിലയിലുമുള്ള തിരിച്ചടി കൊടുക്കാൻ പാലക്കാട് ജനത മാറി നിൽക്കുന്നു, തിരിച്ച് തീരുമാനിച്ചു നിൽക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്തറിയോ? തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിഷാദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം പാലക്കാട് വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. പാലക്കാടിലെ സ്ഥിതി എന്തായിരുന്നു? നിങ്ങൾ നോക്കുക, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുക്കുന്ന 2 വിഷയം എന്താ? ഒന്ന്, ആ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8.5 കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ സർവ്വ മേഖലയിലും കേന്ദ്രം എല്ലാ നിലയിലും നമ്മളെ പ്രതിസന്ധി ഉണ്ടാക്കി, നമ്മളെ തടഞ്ഞു നിർത്തി, നമ്മളെ ഉപരോധം സൃഷ്ടിച്ചു. വിവിധങ്ങളായ കുഴപ്പങ്ങൾ ഗവർണർ ഉപയോഗിച്ച് നടത്തുന്നു, കേന്ദ്ര ഗവൺമെന്റ് സാധ്യത വെച്ച് നടത്തുന്നു. ഇതെല്ലാം ഉണ്ടാവുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കേരളത്തിലെ പൊതുവായ സംവിധാനങ്ങളെയും സംരക്ഷിക്കാൻ വിവിധങ്ങളായ കഷ്ടപ്പെട്ട് പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാരിന് കരുത്ത് കൊടുക്കണമെന്ന് ഈ കേരളത്തിലെ ജനത തീരുമാനിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അവസരമാണ് പാലക്കാട്. സ്വാഭാവികമായി പാലക്കാട് ജനത അതിനനുസരിച്ച് തന്നെ പ്രതികരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സ്ഥാനം, അതേ പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ. ഒന്ന്, ആ മുന്നണി എന്ന നിലയിൽ ആ പാലക്കാട്ടിലെ ആ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വീകാര്യത, അതൊന്ന്. രണ്ടാമതോ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുമ്പോൾ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഡോക്ടർ സരിൻ വെച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഒന്ന്, പാലക്കാട് ഉൾപ്പെടെയുള്ള കേരളത്തിൽ കോൺഗ്രസിന്റെയും BJPന്റെയും ഡീലിൽ പ്രതിഷേധിച്ചാണ് സരിൻ വരുന്നത്. ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് വന്നോ? ഒരു രാത്രി കൊണ്ട് വന്നതല്ല.
കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീലിൽ പ്രതിഷേധിച്ചാണ്. അവർ തമ്മിലുള്ള അന്തർധാര ശക്തമായപ്പോ ഒരു ചെറുപ്പക്കാരൻ സിവിൽ സർവീസ് രംഗത്ത് സജീവമായി നിന്ന് അങ്ങനെ ഉയർന്ന ചുമതലകളിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം ഈ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ, അതിൽ മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന് ഇടപെടാൻ കോൺഗ്രസിന്റെ ഒരു മഹത്തായ പാരമ്പര്യം ചിന്തിച്ച് കോൺഗ്രസിലെത്തിയ ആ ചെറുപ്പക്കാരൻ കാണുന്നത് ബി ജെ പിയുമായി ഡീലുണ്ടാക്കി ഏകാധിപത്യ രീതിയോടുകൂടി വി ഡി സതീശനും ഷാഫി പറമ്പിൽ പെരുമാറുന്നതാണ്. അയാൾ അതിന് സ്വാഭാവികമായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങനെ പ്രതിഷേധം തീർത്തപ്പോ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ എന്ത് ചെയ്യും? പുറത്താക്കിയപ്പോ മതനിരപേക്ഷതയിൽ ഏറ്റവും നന്നായി ഉറച്ചു നിൽക്കുന്ന ഈ കേരളത്തിലെ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ജനങ്ങളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേരേണ്ടതാണ് എന്ന് ഡോക്ടർ സരിൻ തീരുമാനിച്ചപ്പോഴാണ് CPM വന്നത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പാലക്കാട് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ എല്ലാ ഘടകങ്ങളും നിശ്ചയിക്കും, എല്ലാ ഘടകങ്ങളും ആലോചിക്കും. ആ നിലയിൽ ഒരു മികച്ച മുദ്രാവാക്യം വെച്ച് കോൺഗ്രസിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ ഡീലിൽ പ്രതിഷേധിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. എന്താ തെറ്റ്? ഇടതുപക്ഷ ജനാധിപത്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. വലിയ സ്വീകാര്യത കിട്ടി. രണ്ട് ഘടകങ്ങളാണ് സ്ഥാനാർത്ഥിയും മന്ത്രിയും ഇടതുപക്ഷ മുന്നണിയും. ആ രണ്ടാമതോ ഇനിയോ ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ എടുക്കേണ്ടത് ഒന്ന് പ്രചരണ രംഗം. സ്ഥാനാർത്ഥി ലോഞ്ചിങ് ഉണ്ടാവും, കൊട്ടിക്കലാശം ഉണ്ടാവും, വിവിധ പ്രചരണങ്ങൾ ഉണ്ടാവും, സ്ഥാനാർത്ഥിയുടെ രീതികൾ ഉണ്ടാവും. ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ? കഴിഞ്ഞ ഒരു 1.5 മാസമായി ഈ പാലക്കാട് ജനത മുഴുവൻ കാണാണ്. പ്രചരണ രംഗത്ത് ഒരു നിലയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ 7 അയലത്ത് വരാൻ പറ്റുന്നില്ല. പിന്നെ സ്ഥാനാർത്ഥി ഒന്ന് നോക്കൂ, ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ട് BJPയുടെ ആളുകൾക്ക് കോൺഗ്രസിന് കൈകൊടുക്കാൻ മടിയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രനുമായി കൽപ്പാത്തി തേരിനോട് വെച്ച് സ്വകാര്യം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് നിങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയുന്ന കാര്യം.